കണക്കിന് 100 ആക്കില്ലെന്ന് വെച്ച് വെള്ളപ്പൊക്കം ഒന്നും ഉണ്ടാകത്തില്ല. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യം. കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സ് കോഴ്സിൻ്റെ ആദ്യത്തെ മൊഡ്യൂളായ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. എന്താണ് ഒരു വെക്റ്റർ? ഫിസിക്സ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വെക്റ്റർ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിനൊരു ഡയറക്ഷനും ഉണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്. മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വെക്റ്റർ ഒരു സ്പേസിലെ എലമെൻ്റാണ്, ഒരു വെക്റ്റർ സ്പേസിലെ എലമെൻ്റാണ്. അയാൾ അതിന് പല നൊട്ടേഷൻസ് ഉപയോഗിച്ചിട്ട് എഴുതാറുണ്ട്. വെക്റ്റർ വി എന്ന് എഴുതും, അല്ലെങ്കിൽ ചിലപ്പോൾ AI + BJ + CK ഇങ്ങനെയൊക്കെ എഴുതും. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒരു വെക്റ്റർ എന്നാൽ ഒരു ഡേറ്റ അറേയാണ്. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഡേറ്റാസ് സൂക്ഷിച്ച് വെക്കാനായിട്ട് അയാൾ അറേസ് ഉപയോഗിക്കാറുണ്ട്. അതിനെയാണ് അയാൾ വെക്റ്റർ എന്ന ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താണ് വെക്റ്റർ, വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു മാത്തമാറ്റീഷ്യൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കോർഡിനേറ്റ് സ്പേസിലുള്ള എല്ലാ പോയിന്റുകളെയും നമുക്ക് വെക്റ്ററായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നല്ലേ? അത് കണ്ടുപരിചയമുള്ള 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം പരിഗണിക്കുക. അപ്പോൾ അതിലെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന വെക്റ്റർ, ടെയില് ഒറിജിനിലും ഹെഡ് ആ പോയിന്റിലും ആയിട്ട് വരയ്ക്കുന്ന ആരോ ആണ് എന്നെ സംബന്ധിച്ചൊരു വെക്റ്റർ. അപ്പോൾ സ്പേസിലെ ഏത് പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടെത്താം? ഇങ്ങനെ ഒരു വെക്റ്റർ കണ്ടെത്താം. അതിനെ പൊസിഷൻ വെക്റ്റർ എന്നാണ് നമ്മൾ പണ്ട് മുതലേ വിളിച്ചു വരും. എന്നിട്ട് നമ്മളിങ്ങനെ എഴുതാറുമുണ്ട്, വെക്റ്റർ V = AI + BJ + CK. ഇതിൻ്റെ അർത്ഥം ഈ വെക്റ്ററിൻ്റെ ഹെഡ് A, B, C എന്ന പോയിന്റിലാണ്. ഇനി സ്പേസിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ പറ്റി ചിന്തിക്കുക. ഇപ്പം നമ്മൾ ഒരു പോയിന്റും അതിൻ്റെ പൊസിഷൻ വെക്റ്ററുമാണ് കണ്ടത്. സ്പേസിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിനെ സംബന്ധിച്ച് ആ പാർട്ടിക്കിൾ ട്രേസ് ചെയ്യുന്ന ഒരു പാത്തുണ്ട്. ആ പാത്തിലെ ഒരു പോയിന്റാണ് P എന്നിരിക്കട്ടെ. ആ Pയുടെ പൊസിഷൻ വെക്റ്ററും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. P എന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ ഈ പാർട്ടിക്കിൾ സ്പേസിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ മോഷന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കോർഡിനേറ്റ്സ് വേരി ചെയ്യുന്നുണ്ട്. എക്സ് കോർഡിനേറ്റ് വേരി ചെയ്യുന്നത് ടൈമിനനുസരിച്ചാണ്. അതുകൊണ്ട് ഞാൻ എക്സ് കോർഡിനേറ്റിനെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാക്കി f(t) എന്ന് പേര് വിളിച്ചു. വൈ കോർഡിനേറ്റും അതുപോലെ തന്നെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈ കോർഡിനേറ്റിനെ ഒരു ഫംഗ്ഷനാക്കി g(t) എന്ന് പേര് വിളിച്ചു. ഇസഡ് കോർഡിനേറ്റും അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ ഇസഡ് കോർഡിനേറ്റിനെയും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാക്കി h(t) എന്ന് പേര് വിളിച്ചു. പാർട്ടിക്കിൾ ഈ സ്പേസിൽ ഈ സ്മൂത്ത് കർവ് വഴി മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ഓരോ ടൈമിലും ഒരു പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ. ആ പോയിന്റ് ഏതായിരിക്കും? f(t, g(t, h(t) ആയിരിക്കും. എനിക്ക് ആ പൊസിഷന് കറസ്പോണ്ടിങ് ആയ പൊസിഷൻ വെക്റ്റർ ഉപയോഗിക്കാം. അതായത് ആ വെക്റ്റർ, അതായത് പൊസിഷൻ വെക്റ്റർ f(ti + g(tj + h(tk) എന്ന ഫോമിലായിരിക്കും. അപ്പോൾ ഇത് ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ആ പൊസിഷൻ വെക്ടറിനെ എന്ത് വിളിക്കുന്നു? r(t) എന്ന് പേരിട്ട് വിളിക്കും. അപ്പോൾ r ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ t എന്ന റിയൽ നമ്പറിന് ഇൻപുട്ട് എടുത്തിട്ട് f(ti + g(tj + h(tk) എന്നുള്ള വെക്ടറിനെ ഔട്ട്പുട്ട് തരും. അപ്പോൾ ഒരു റിയൽ നമ്പറിനെ ഇൻപുട്ട് എടുത്ത് ഒരു വെക്ടറിനെ ഔട്ട്പുട്ട് തരുന്ന ഇതുപോലുള്ള ഫംഗ്ഷനെ മാത്തമാറ്റിക്സ് വിളിക്കുന്ന പേരാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ്. അതായത് ഈ ഫംഗ്ഷൻ്റെ ഇമേജ് സ്പേസ് വെക്ടേഴ്സ് ഉൾക്കൊള്ളുന്ന സ്പേസാണ്, അഥവാ വെക്ടർ സ്പേസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട്. r(t = f(ti + g(tj + h(tk) ആണ് നമ്മുടെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതും ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നെയാണ്. അതായത് റിയൽ നമ്പറിനെ ഇൻപുട്ട് എടുത്ത് ഒരു വെക്ടറിനെ ഔട്ട്പുട്ട് തരുന്ന ഫംഗ്ഷനാണ്. r' എന്നാണ് നമ്മൾ യൂഷ്വലി എഴുതുന്നത്. dr/dt എന്നുള്ള നൊട്ടേഷനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വെക്ടർ ഇതാണ്. അതിൻ്റെ ith കമ്പോണന്റ് df/dt ആണ്, jth കമ്പോണന്റ് dj/dt ആണ്, kth കമ്പോണന്റ് dh/dt ആണ്.
അതായത് r ഡാഷ് ഓഫ് ടി എന്ന വെക്ടർ df ബൈ ഡി ടി ഐ പ്ലസ് ഡി ജി ബൈ ഡി ടി ജെ പ്ലസ് ഡി എച്ച് ബൈ ഡി ടി കെ. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ആർ ഓഫ് ടി എന്ന ഫംഗ്ഷൻ 3 cos ടി ഐ പ്ലസ് 3 sin ടി ജെ പ്ലസ് ടി സ്ക്വയർ കെ. ടി എന്ന പാരാമീറ്റർ ഞാൻ എടുക്കുന്ന ഇൻ്റർവെല്ലിൽ 0 തൊട്ട് 2π വരെയാണ്. അപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ മോഷൻ t ഈക്വൽ ടു 0 തൊട്ട് t ഈക്വൽ ടു 2π വരെയാണെന്ന് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെയാണ്. എഫ് ഓഫ് ടി 3 cos ടി ആണ്, ജി ഓഫ് ടി 3 sin ടി ആണ്, എച്ച് ഓഫ് ടി ടി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഈസിയായിട്ട് കണ്ടുപിടിക്കാം. ഡി എഫ് ബൈ ഡി ടി മൈനസ് 3 sin ടി ആണ്, ഡി ജി ബൈ ഡി ടി 3 cos ടി ആണ്, ഡി എച്ച് ബൈ ഡി ടി ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 times ടി ആണ്. അപ്പോൾ നമുക്ക് ആർ ഡാഷ് ടി വളരെ പെട്ടെന്ന് കിട്ടും. മൈനസ് 3 sin ടി ആയി പ്ലസ് 3 cos ടി ജെ പ്ലസ് 2 ടി കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, 6 വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആർ ഡാഷ് ഓഫ് ടിയും, അതായത് അതിൻ്റെ ഡെറിവേറ്റീവും ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനാണ്. അതായത് അതിൻ്റെ ഡെറിവേറ്റീവിനും എന്തുണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഒരു ഡയറക്ഷനും ഉണ്ട്. ഇനി ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഈ 4 കാര്യങ്ങളാണ്: വെലോസിറ്റി, ഡയറക്ഷൻ, സ്പീഡ്, ആക്സിലറേഷൻ. അപ്പോൾ ആർ ഓഫ് ടി പൊസിഷൻ വെക്ടറായിട്ട് ഒരു പാർട്ടിക്കിൾ സ്പേസിൽ മൂവ് ചെയ്യുന്നതിരിക്കട്ടെ. മൂവിങ് അല്ലെങ്കിൽ സ്മൂത്ത് കർവ് എന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. സ്മൂത്ത് കർവിൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കാനുള്ള കാരണം, സ്മൂത്ത് കർവിനെ എല്ലാ പോയിന്റിലും ടാൻജന്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ടാൻജന്റ് ആണ് നമ്മളെ സംബന്ധിച്ച്, ടാൻജന്റിന്റെ സ്ലോപ്പാണ് നമ്മളെ സംബന്ധിച്ച് ഡെറിവേറ്റീവ്. അപ്പോൾ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ കർവ് സ്മൂത്ത് ആയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സ്മൂത്ത് കർവിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ പറ്റിയിട്ട് ഈ സെക്ഷൻ ഡീൽ ചെയ്യുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡി ആർ ബൈ ഡി ടി ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു, ഡി ആർ ബൈ ഡി ടി മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ആ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ആ വെക്ടറിനെ മാത്തമാറ്റിക്സ് വിളിക്കുന്ന പേര് വെലോസിറ്റി വെക്ടർ എന്നാണ്. ഈ വെലോസിറ്റി വെക്ടർ ഒരു കർവിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ സ്മൂത്ത് കർവിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ആ പാത്ത് എടുത്തിട്ട് നിങ്ങൾ വെലോസിറ്റി വെക്ടർ ഓരോ പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്താൽ ആ വെലോസിറ്റി വെക്ടർ ആ കർവിന് ടാൻജന്റ് ആയിരിക്കും. നിങ്ങൾ ഒരു ടൈം ടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഒരു വെലോസിറ്റി വെക്ടറിനെ തരും. ആ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷനാണ് ഡയറക്ഷൻ ഓഫ് മോഷൻ. പിന്നെ വെലോസിറ്റി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് സ്പീഡ്. നമുക്കറിയാം ആക്സലറേഷൻ വെക്ടർ വെലോസിറ്റി വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അതായത് നമുക്കറിയാവുന്ന വെലോസിറ്റി, സ്പീഡ്, ആക്സലറേഷൻ എല്ലാം വെക്ടർ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെക്ടറിനെയാണ് മാത്തമാറ്റിക്സ് ആക്സലറേഷൻ വെക്ടർ എന്ന് പേര് വിളിക്കും. താഴെ പറയുന്ന 4 കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഒന്നാമത്തെ കാര്യം വെലോസിറ്റി, അത് പൊസിഷൻ വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അതിന് വി ഓഫ് ടി ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതും. രണ്ടാമത്തെ കാര്യം സ്പീഡാണ്, അത് വെലോസിറ്റി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. സോ മോഡുലസ് ഓഫ് വി ഓഫ് ടി എന്ന് എഴുതും. മൂന്നാമത്തെ കാര്യം ആക്സലറേഷൻ, അത് വെലോസിറ്റി വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അതായത് നമ്മുടെ പൊസിഷൻ വെക്ടറിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ ആണ്. നാലാമത്തെ കാര്യം വി ബൈ മോഡുലസ് ഓഫ് വി, അതൊരു യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ മീൻസ് വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് 1. അതിനെയാണ് ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. സാധാരണ യൂണിറ്റ് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡയറക്ഷനെ പറ്റിയിട്ട് സംസാരിക്കുക. അപ്പോൾ ഈ സെക്ഷൻ്റെ കൺക്ലൂഷൻ ഇതാണ്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ, തൊട്ട് മുമ്പത്തെ ആർ ഓഫ് ടി എന്ന ഫംഗ്ഷൻ തന്നെ ഞാൻ എടുക്കുകയാണ്. 3 cos ടി ഐ പ്ലസ് 3 sin ടി ജെ പ്ലസ് ടി സ്ക്വയർ കെ. വെലോസിറ്റി വെക്ടർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഡി ആർ ബൈ ഡി ടി ആണ്. അത് മൈനസ് 3 sin ടി ജെ പ്ലസ് 3 cos ടി ജെ പ്ലസ് 2 ടി കെ ആണ്. നമുക്ക് അടുത്ത് കണ്ടെത്താൻ പോകുന്ന സ്പീഡാണ്. അപ്പോൾ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം റീകളക്ട് ചെയ്യാം. ഇപ്പോൾ വി എന്ന വെക്ടർ എ ഐ പ്ലസ് വി ജെ പ്ലസ് സി കെ ആണെങ്കിൽ മോഡുലസ് ഓഫ് വി കണ്ടെത്താനായിട്ട്, അതൊരു റിയൽ നമ്പറാണ്. ആ റിയൽ നമ്പർ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. ഈ ക്വാണ്ടിറ്റി നമുക്ക് തരുന്ന ഇൻഫർമേഷൻ ഇതാണ്: ഈ വെക്ടർ ഒറിജിനിൽ നിന്ന് എത്ര അകലത്തിലാണ് എന്നുള്ളതാണ്. സ്പീഡ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് നമുക്കറിയാം, അല്ലെങ്കിൽ മോഡുലസ് ആണെന്ന് അറിയാം.
അപ്പോൾ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് -3 sin t സ്ക്വയർ പ്ലസ് 3 cos t സ്ക്വയർ പ്ലസ് 2 times t സ്ക്വയർ എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 9 sin സ്ക്വയർ t പ്ലസ് 9 cos സ്ക്വയർ t പ്ലസ് 4 t സ്ക്വയർ എന്ന് കിട്ടും. അത് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് 4 t സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സ്പീഡ് മോഡുലസ് ഓഫ് v of t ഈസ് നത്തിങ് ബട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് 4 t സ്ക്വയർ. നമ്മൾ ആക്സിലറേഷൻ കണ്ടെത്താൻ പോവുകയാണ്. ആക്സിലറേഷൻ നമുക്കറിയാം പൊസിഷൻ വെക്ടറിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി വെക്ടറിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ a of t dv/dt ആണ്, അല്ലെങ്കിൽ d²r/dt² ആണ്. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് വാല്യൂറ്റ് ചെയ്യുക. -3 cos t ആയി -3 sin tj പ്ലസ് 2 times k ആണ് പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ അറ്റ് ദ ടൈം t. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടു, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് കണ്ടു, വെലോസിറ്റി വെക്ടർ എന്താണെന്ന് കണ്ടു, സ്പീഡ് എന്താണെന്ന് കണ്ടു, ആക്സിലറേഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്.